ഹായ് നമസ്കാരം. അതിരാവിലെ ഇയർലി മോർണിംഗ് 7 മണിക്ക് എൻ്റെ സ്വന്തം നാടായ താമരശ്ശേരി KSRTC ഡിപ്പോൻ്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ജാടയോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത കേരളമാകെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തെ ഞാൻ ഇവിടെ കാണാനിടയായി. അപ്പോൾ ഞാൻ വലിയ സസ്പെൻസ് ഒക്കെ കൊടുത്തിട്ടേ നിങ്ങളുടെ മുമ്പിൽ ഇളക്കി മറിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് നല്ലപോലെ അറിയാം. കാരണം ഇതിൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു വീഡിയോസ് കാണാൻ തന്നെ കാരണം ആ ഒരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കും. ആ ഒരു തമ്പനയിൽ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സസ്പെൻസ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് പറയായിരുന്നു. അപ്പോൾ മറ്റാരുമല്ല, നിങ്ങൾക്ക് വിചാരിച്ച ആ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സന്തോഷ് പാണ്ഡ്യ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് കാലമായി ഒന്ന് കാണണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു റിസ്ക് ഇല്ലാതെ നമ്മൾ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ കാണാനിടയായി. നമ്മുടെ നാടായ താമരശ്ശേരിയുടെ തൊട്ടടുത്ത ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം. അപ്പോൾ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് നമ്മളെ ഒരു വട്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ വളരെയധികം മോശമാണെന്നുള്ളത് അറിയാം. ഏതായാലും കൂടിയും കണ്ടുമുട്ടി. ഏതോ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി പാലക്കാടിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇയർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തൊന്നും അങ്ങനെ ആളുകളില്ലാത്തതുകൊണ്ട് ഭാഗ്യം. അദ്ദേഹം പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ആ ഒരു ഡിപ്പോയിലെ ലേബേഴ്സ്, ഡ്രൈവേഴ്സ്, കണ്ടക്ടറൊക്കെ വന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ നമ്മളുണ്ടോ നോക്കിക്കുന്നത്? നമ്മൾ നോക്കുന്നില്ല, പുറകെ വിട്ട്. ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യക്തിയെ, ഇത്രയും നല്ലൊരു മനുഷ്യനാണോ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി പല ആളുകളും ഇങ്ങനെയും ചവിട്ടിത്താത്തൽ, ഇങ്ങനെയും എല്ലാ കഥകൾ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു.